റായ്ബറേലിയും അമേഠിയുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഉത്തർപ്രദേശിലെ ഈ രണ്ട് മണ്ഡലങ്ങളും രാഹുൽ ഗാന്ധിയുമായി കൂട്ടിച്ചേർത്താണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അമേഠി രാഹുൽ ഗാന്ധിയുടെ പിന്മാറ്റം കൊണ്ട് ശ്രദ്ധേയമായപ്പോൾ റായ്ബറേലി രാഹുലിന്റെ എൻട്രി കൊണ്ടാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത്. പ്രവർത്തന മണ്ഡലം രാജ്യസഭയിലേക്ക് മാറ്റുന്നതിന് മുൻപ് അമ്മ സോണിയാഗാന്ധി മത്സരിച്ചു കൊണ്ടിരുന്ന റായ്ബറേലി മണ്ഡലമാണ് രാഹുൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. 2019 വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധിയായാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തിയത്. ആ തവണ 2004 മുതൽ പ്രതിനിധീകരിച്ച അമേഠിയിൽ രാഹുൽ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. BJP നേതാവ് സ്മൃതി ഇറാനിയോടായിരുന്നു സ്വന്തം കോട്ടയിൽ രാഹുൽ പരാജയപ്പെട്ടത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരിക്കൽ തന്നെ കൈവിട്ട അമേഠിയെ ചേർത്തുപിടിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പട്ടികയിൽ ഇടം പിടിച്ചില്ല. പകരം നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന 63 വയസ്സുകാരനായ കിഷോരിലാൽ ശർമ്മയാണ് അമേഠിയെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 1967 മണ്ഡലത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിനെ പിന്തുണച്ച അമേഠി 3 തവണ മാത്രമാണ് കോൺഗ്രസിനെ കൈവിട്ടത്. 67 മുതൽ 2019 വരെയുള്ള കാലത്തിനിടയിലെ 2 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് അമേഠിയിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 35% താഴെ പോയത്. അതിന് വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരുന്നു. 2019 രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തുമ്പോൾ പോലും 43% വോട്ട് കോൺഗ്രസ് നേടി. അവിടെയാണ് കിഷോരിലാൽ ശർമ്മ എന്ന നെഹ്റു കുടുംബത്തിലെ വിശ്വസ്തനെ മത്സരത്തിനു നിർത്തി രാഹുലും പ്രിയങ്കയും മാറി നിൽക്കുന്നത്. 67 അമേഠി മണ്ഡലം ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കോൺഗ്രസിന്റെ VD വാജ്പേയി 35.81% വോട്ട് നേടി വിജയിച്ചു. 71 VD വാജ്പേയി 62.13% വോട്ട് നേടിയാണ് പാർലമെന്റിലെത്തിയത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ 1977 അടുത്ത തെരഞ്ഞെടുപ്പ്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഒരാൾ അമേഠിയിൽ മത്സരിക്കാനെത്തിയത് 77 സഞ്ജയ് ഗാന്ധി അമേഠിയിൽ സ്ഥാനാർത്ഥിയായി. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുണ്ടായ പൊതുവികാരം മലയടിച്ച തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ പുത്രനും അവിടെ അടിവതറി. 34% വോട്ടായിരുന്നു അന്ന് അമേഠിയിൽ കോൺഗ്രസിന് ലഭിച്ചത്. ജനതാ പാർട്ടിയുടെ രവീന്ദ്ര പ്രതാപ് സിംഗ് വിജയം കണ്ടു. 3 വർഷത്തിനപ്പുറം 80 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് നടത്തി സഞ്ജയ് ഗാന്ധി അമേഠിയിൽ വിജയിച്ചു. 57.11% വോട്ട് നേടി. മാസങ്ങൾക്കകം സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ അമേഠി വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങി. രാജീവ് ഗാന്ധി മത്സരിക്കാനെത്തിയ 81 ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വോട്ടിംഗ് ശതമാനത്തോടെ കോൺഗ്രസ് അവിടെ വിജയിച്ചു കയറി. 84.18% വോട്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി നേടി വിജയിച്ചത്. തുടർച്ചയായി 3 തവണ അമേഠിയിൽ രാജീവ് ഗാന്ധി വിജയിച്ചു. 84 ലഭിച്ചത് 83.67% വോട്ട്, പിന്നീട് 89 67% വോട്ടും, 91 53.23% വോട്ടാണ് രാജീവിന് ലഭിച്ചത്. പക്ഷേ ആ വോട്ടെണ്ണുമ്പോഴേക്കും രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നില്ല. ആ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ 91 ഉപതെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ സതീഷ് ശർമ്മ അമേഠിയെ പ്രതികരിച്ചു. 53.88% വോട്ട് നേടി സതീഷ് വിജയിച്ചു. എന്നാൽ 96 അത് 38.81% കുറഞ്ഞു. 98 പക്ഷേ കോൺഗ്രസ് അമേഠിയിൽ തോറ്റു. 31.1% വോട്ട് നേടി സതീഷ് ശർമ്മ പരാജയം ഏറ്റുവാങ്ങി. BJPയുടെ സഞ്ജയ് സിംഗ് അമേഠി സ്വന്തമാക്കി. കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ വോട്ട് വ്യത്യാസം 3.98% മാത്രമായിരുന്നു എന്നും ഓർക്കണം. 99 സോണിയാഗാന്ധിയിലൂടെ അമേഠി കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. 67.12% വോട്ട്. 2004 സോണിയാഗാന്ധി റായ്ബറേലിയിലേക്ക് മാറി. പിന്നാലെ രാഹുൽ ഗാന്ധി അമേഠി മണ്ഡലം ഏറ്റെടുത്തു. അമേഠിയിൽ അന്ന് കന്നി അംഗത്തിൽ 66.18% വോട്ട് നേടി രാഹുൽ ഗാന്ധി വിജയിച്ചു. 2009 2014 വർഷങ്ങളിൽ വിജയം ആവർത്തിച്ചു. എന്നാൽ 19 സ്മൃതി ഇറാനിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയായിരുന്നു. 98 കോൺഗ്രസ് 3.98% വോട്ടിനാണ് തോറ്റതെങ്കിൽ 2019 5.87% അത് ഉയർന്നു. 1990 മുതൽ അമേഠിയിൽ BJP ആണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി. എന്നാൽ 2004 2009 വർഷങ്ങളിൽ BSP ആണ് അവിടെ 2ാം സ്ഥാനത്തെത്തിയത്. ഇക്കുറി BSP വോട്ട് ഏത് വശത്തേക്ക് മാറുമെന്നതിനെ അനുസരിച്ചായിരിക്കും അമേഠിയിലെ വിജയം നിശ്ചയിക്കപ്പെടുന്നത്.